ഇന്ന് ദിവസം 11 സുവിശേഷം ദൈവശക്തി. ഇന്ന് നാം വായിച്ച് ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗങ്ങൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 11, വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം അധ്യായം 11, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 11. പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്നു നിറയണമേ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 11. സ്നാപകൻ്റെ ശിഷ്യന്മാർ. യേശു 12 ശിഷ്യന്മാർക്ക് നിർദ്ദേശങ്ങൾ നൽകിയതിനു ശേഷം അവരുടെ പട്ടണങ്ങൾ പഠിപ്പിക്കാനും പ്രസംഗിക്കാനും അവിടെ നിന്ന് പുറപ്പെട്ടു. യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ട് ശിഷ്യന്മാരെ അയച്ച് അവനോട് ചോദിച്ചു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ, അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ? യേശു പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി യോഹന്നാനെ അറിയിക്കുക. അന്ധന്മാർ കാഴ്ച പ്രാപിക്കുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു, ബധിരർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ. സ്നാപകനെക്കുറിച്ച് സാക്ഷ്യം. അവർ പോയതിനു ശേഷം യേശു ജനക്കൂട്ടത്തോട് യോഹന്നാനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. എന്ത് കാണാനാണ് നിങ്ങൾ മരുഭൂമിയിലേക്ക് പോയത്? കാറ്റ് തുലയുന്ന ഞാങ്ങണയോ? അല്ലെങ്കിൽ വേറെ എന്ത് കാണാനാണ് നിങ്ങൾ പോയത്? മൃദുല വസ്ത്രങ്ങൾ ധരിച്ച മനുഷ്യനെയോ? മൃദുല വസ്ത്രങ്ങൾ ധരിക്കുന്നവർ രാജകൊട്ടാരങ്ങളിലാണുള്ളത്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ പോയത്? പ്രവാചകനെ കാണാനോ? അതെ, ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രവാചകനേക്കാൾ വലിയവനെ തന്നെ. ഇവനെപ്പറ്റിയാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇതാ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ ഞാൻ അയക്കുന്നു, അവൻ നിൻ്റെ മുമ്പേ പോയി നിനക്ക് വഴിയൊരുക്കും. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനില്ല. എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. സ്നാപക യോഹന്നാൻ്റെ നാളുകൾ മുതൽ ഇന്നുവരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. യോഹന്നാൻ വരെ സകല പ്രവാചകന്മാരും നിയമവും പ്രവചനം നടത്തി. നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഇവനാണ് വരാനിരിക്കുന്ന ഏലിയ. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത്? ചന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരെ വിളിച്ച്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി, എങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല. ഞങ്ങൾ വിലാപഗാനം ആലപിച്ചു, എങ്കിലും നിങ്ങൾ വിലപിച്ചില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് സമാനമാണ് ഈ തലമുറ. യോഹന്നാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നു. അവൻ പിശാച് ബാധിതനാണെന്ന് അപ്പോൾ അവർ പറയുന്നു. മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു. അപ്പോൾ അവർ പറയുന്നു, ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ. എങ്കിലും ജ്ഞാനം അതിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. അനുതപിക്കാത്ത നഗരങ്ങൾ. യേശു താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി. കൊറാസീൻ, നിനക്ക് ദുരിതം. ബെത്സയിദ, നിനക്ക് ദുരിതം. നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവ എത്ര പണ്ടേ ചാക്കൊടുത്ത് ചാരം പൂശി അനുതപിക്കുമായിരുന്നു. വിധി ദിനത്തിൽ ടയറിനും സീദോനും നിങ്ങളെക്കാൾ ആശ്വാസമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കഫർനാമേ, നീ സ്വർഗം വരെ ഉയർത്തപ്പെട്ടുവെന്നോ? പാതാളം വരെ നീ താഴ്ത്തപ്പെടും. നിന്നിൽ സംഭവിച്ച അത്ഭുതങ്ങൾ സോദോമിൽ സംഭവിച്ചിരുന്നെങ്കിൽ അത് ഇന്നും നിലനിൽക്കുമായിരുന്നു. ഞാൻ നിന്നോട് പറയുന്നു, വിധി ദിനത്തിൽ സോദോമിൻ്റെ സ്ഥിതി നിൻ്റേതിനേക്കാൾ സഹനീയമായിരിക്കും. ക്ലേശിതർക്ക് ആശ്രയം. യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഈ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതെ പിതാവേ, ഇപ്രകാരമായിരുന്നു നിൻ്റെ തിരുവുള്ളം. സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 11. ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശനം. അവർ ജെറുസലേമിനെ സമീപിക്കുകയായിരുന്നു. ഒലിവ് മലയ്ക്ക് സമീപമുള്ള ബെത്ഫഗെ, ബഥാനിയ എന്നീ സ്ഥലങ്ങൾക്കടുത്തെത്തിയപ്പോൾ അവൻ 2 ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് ചെല്ലുവിൻ. അതിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചുകൊണ്ട് വരുവിൻ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ, കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട്, ഉടനെ തിരിച്ചയക്കുന്നതാണ് എന്ന് പറയുക. അവർ പോയി തെരുവിൽ ഒരു പടിവാതിൽക്കൽ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ടു. അവർ അതിനെ അഴിക്കുമ്പോൾ
അവിടെ നിന്നിരുന്നവർ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത്? യേശു പറഞ്ഞതുപോലെ ശിഷ്യന്മാർ മറുപടി പറഞ്ഞു. അതിനെ കൊണ്ടുപോകാൻ അവർ അനുവദിച്ചു. അവർ കഴുതക്കുട്ടിയെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അതിൻ്റെ പുറത്ത് തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ കയറിയിരുന്നു. വളരെ പേർ തെരുവീതിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. മറ്റുള്ളവർ വയലിൽ നിന്ന് പച്ചില കൊമ്പുകൾ മുറിച്ച് നിരത്തി. അവൻ്റെ മുമ്പിലും പിമ്പിലും നടന്നിരുന്നവർ വിളിച്ചു പറഞ്ഞു, ഹോസാന! കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. നമ്മുടെ പിതാവായ ദാവീദിൻ്റെ സമാഗതമാകുന്ന രാജ്യം അനുഗ്രഹീതം. ഉന്നതങ്ങളിൽ ഹോസാന! അവൻ ജെറുസലേമിൽ പ്രവേശിച്ച് ദേവാലയത്തിനുള്ളിലേക്ക് പോയി. ചുറ്റും നോക്കിയെല്ലാം കണ്ട ശേഷം നേരം വൈകിയിരുന്നതിനാൽ 12 പേരോടും കൂടെ ബഥാനിയായിലേക്ക് പോയി. അത്തിവൃക്ഷത്തെ ശപിക്കുന്നു. അടുത്ത ദിവസം അവർ ബഥാനിയായിൽ നിന്ന് വരുമ്പോൾ അവന് വിശക്കുന്നുണ്ടായിരുന്നു. അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കണ്ട് അതിൽ എന്തെങ്കിലും ഉണ്ടാകാം എന്ന് വിചാരിച്ച് അടുത്തു ചെന്നു. എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. അവൻ പറഞ്ഞു, ആരും ഇനിയൊരിക്കലും നിന്നിൽ നിന്ന് പഴം തിന്നാതിരിക്കട്ടെ. അവൻ്റെ ശിഷ്യന്മാർ ഇത് കേട്ടു. ദേവാലയ ശുദ്ധീകരണം. അവർ ജെറുസലേമിലെത്തി. അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി. നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവ് വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു. ദേവാലയത്തിലൂടെ പാത്രങ്ങൾ ചുമന്നുകൊണ്ടുപോകാൻ ആരെയും അവൻ അനുവദിച്ചില്ല. അവൻ അവരെ പഠിപ്പിച്ചു, എൻ്റെ ഭവനം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിട്ടില്ലേ? നിങ്ങളതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും അവനെ നശിപ്പിക്കാൻ മാർഗമന്വേഷിച്ചു. കാരണം അവനെ അവർ ഭയപ്പെട്ടു. ജനങ്ങളെല്ലാം അവൻ്റെ പ്രബോധനങ്ങളെക്കുറിച്ച് വിസ്മയിച്ചിരുന്നു. വൈകുന്നേരമായപ്പോൾ അവർ നഗരത്തിന് വെളിയിലേക്ക് പോയി. വിശ്വാസത്തിൻ്റെ ശക്തി. അവർ രാവിലെ അത്തിമരത്തിൻ്റെ സമീപത്തു കൂടെ കടന്നു പോകുമ്പോൾ അത് സമൂലം ഉണങ്ങിപ്പോയിരിക്കുന്നത് കണ്ടു. അപ്പോൾ പത്രോസ് അവനെ അനുസ്മരിപ്പിച്ചു, ഗുരു, നോക്കൂ, നീ ശപിച്ച അത്തിമരം ഉണങ്ങിപ്പോയിരിക്കുന്നു. യേശു പ്രതിവചിച്ചു, ദൈവത്തിൽ വിശ്വസിക്കുക. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. യേശുവിൻ്റെ അധികാരം. അവർ വീണ്ടും ജെറുസലേമിൽ വന്നു. അവൻ ദേവാലയത്തിലൂടെ നടക്കുമ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അവൻ്റെ അടുത്തെത്തി. അവർ അവനോട് ചോദിച്ചു, എന്തധികാരത്താലാണ് നീ ഇവയൊക്കെ ചെയ്യുന്നത്? ഇവ പ്രവർത്തിക്കുന്നതിന് ആരാണ് നിനക്ക് അധികാരം നൽകിയത്? യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാം, എന്നോട് ഉത്തരം പറയുവിൻ. എന്തധികാരത്താലാണ് ഞാൻ ഇവ ചെയ്യുന്നതെന്ന് അപ്പോൾ പറയാം. യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? ഉത്തരം പറയുവിൻ. അവർ പരസ്പരം ആലോചിച്ചു. സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്ന് അവൻ ചോദിക്കും. മനുഷ്യരിൽ നിന്ന് എന്ന് പറയാൻ അവർക്ക് ജനങ്ങളെ ഭയമായിരുന്നു. കാരണം യോഹന്നാൻ യഥാർത്ഥത്തിൽ ഒരു പ്രവാചകനാണെന്ന് എല്ലാവരും കരുതിയിരുന്നു. അതിനാൽ അവർ യേശുവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ യേശു പറഞ്ഞു, എന്തധികാരത്താലാണ് ഞാൻ ഇവ ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം അധ്യായം 11. യേശു പഠിപ്പിച്ച പ്രാർത്ഥന. അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിലൊരുവൻ വന്ന് പറഞ്ഞു, കർത്താവെ, യോഹന്നാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. അവൻ അരുളി ചെയ്തു, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ. പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അന്നു വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. പ്രാർത്ഥനയുടെ ശക്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതനുണ്ട് എന്നിരിക്കട്ടെ. അർദ്ധരാത്രി അവൻ്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നു, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരിക. ഒരു സ്നേഹിതൻ യാത്രാമധ്യേ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു, അവന് കൊടുക്കാൻ എനിക്കൊന്നുമില്ല. അപ്പോൾ അവൻ്റെ സ്നേഹിതൻ അകത്തുനിന്ന് മറുപടി പറയുന്നു, എന്നെ ഉപദ്രവിക്കരുത്, കഥ കടച്ചു കഴിഞ്ഞു. എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കയിലാണ്. എഴുന്നേറ്റ് നിനക്ക് ഒന്നും തരാൻ സാധിക്കുകയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ സ്നേഹിതനാണ് എന്നതിൻ്റെ പേരിൽ അവന് ഒന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർബന്ധം നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും. ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും.
അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക, മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. യേശുവും ബെൽസബൂലും. അവൻ ഊമനായ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു. പിശാച് പുറത്തു പോയപ്പോൾ ആ ഊമൻ സംസാരിച്ചു. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അവരിൽ ചിലർ പറഞ്ഞു, അവൻ പിശാചുകളുടെ തലവനായ ബെൽസബൂലിനെ കൊണ്ടാണ് പിശാചുകളെ ബഹിഷ്കരിക്കുന്നത്. വേറെ ചിലർ അവനെ പരീക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരടയാളം അവനോട് ആവശ്യപ്പെട്ടു. അവരുടെ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, അന്തഛിദ്രമുള്ള രാജ്യം നശിച്ചു പോകും, അന്തഛിദ്രമുള്ള ഭവനവും വീണുപോകും. സാത്താൻ തനിക്ക് തന്നെ എതിരായി ഭിന്നിച്ചാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബെൽസബൂലിനെ കൊണ്ട് പിശാചുകളെ പുറത്താക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ബെൽസബൂലിനെ കൊണ്ടാണ് ഞാൻ പിശാചുകളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ ആരെക്കൊണ്ടാണ് അവയെ ബഹിഷ്കരിക്കുന്നത്? അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താക്കളായിരിക്കും. എന്നാൽ ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുകളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. എന്നാൽ കൂടുതൽ ശക്തനായ ഒരുവൻ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അവൻ ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ മറ്റവൻ അപഹരിക്കുകയും കൊള്ള മുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യും. എന്നോടുകൂടെ അല്ലാത്തവൻ എനിക്കെതിരാണ്, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു. അശുദ്ധാത്മാവിൻ്റെ തിരിച്ചുവരവ്. അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കും. കണ്ടെത്താതെ വരുമ്പോൾ അവൻ പറയുന്നു, ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു ചെല്ലും. തിരിച്ചു വരുമ്പോൾ ആ വീട് അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടതായി കാണുന്നു. അപ്പോൾ അവൻ പോയി തന്നേക്കാൾ ദുഷ്ടരായ മറ്റ് 7 അശുദ്ധാത്മാക്കളെ കൂടി കൊണ്ടുവന്ന് അവിടെ പ്രവേശിച്ച് വാസമർപ്പിക്കുന്നു. അങ്ങനെ ആ മനുഷ്യൻ്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായി തീരുന്നു. മഹത്തായ ഭാഗ്യം. അവൻ ഇത് അരുളി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. അവൻ പറഞ്ഞു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. യോനായുടെ അടയാളം. ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങി, ഈ തലമുറ ദുഷിച്ച തലമുറയാണ്, ഇത് അടയാളം അന്വേഷിക്കുന്നു. എന്നാൽ യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെടുകയില്ല. യോന നിനവേക്കാർക്ക് അടയാളമായിരുന്നതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും അടയാളമായിരിക്കും. ദക്ഷിണദേശത്തെ രാജ്ഞി വിധി ദിനത്തിൽ ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. എന്തെന്നാൽ സോളമൻ്റെ വിജ്ഞാനം ശ്രവിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നു. എന്നാൽ ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ. നിനവേ നിവാസികൾ വിധി ദിനത്തിൽ ഈ തലമുറയോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. എന്തെന്നാൽ യോനായുടെ പ്രസംഗം കേട്ട് അവർ പശ്ചാത്തപിച്ചു. എന്നാൽ ഇതാ ഇവിടെ യോനായേക്കാൾ വലിയവൻ. കണ്ണ് ശരീരത്തിൻ്റെ വിളക്ക്. വിളക്ക് കൊളുത്തി ആരും നിലവറയിലോ പറയുടെ കീഴിലോ വയ്ക്കാറില്ല. മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ പീഠത്തിന്മേലാണ് വയ്ക്കുന്നത്. കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷിച്ചതെങ്കിലോ ശരീരം മുഴുവനും ഇരുണ്ടുപോകും. അതുകൊണ്ട് നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. ഇരുളടഞ്ഞ ഒരു ഭാഗവുമില്ലാതെ ശരീരം മുഴുവൻ പ്രകാശം നിറഞ്ഞതാണെങ്കിൽ വിളക്ക് അതിൻ്റെ രശ്മികൾ കൊണ്ട് നിനക്ക് വെളിച്ചം തരുന്നതുപോലെ ശരീരം മുഴുവൻ പ്രകാശമാനമായിരിക്കും. ഫരീസയരുടെയും നിയമജ്ഞരുടെയും കപടനാട്യം. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഫരിസയൻ തൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിന് അവനെ ക്ഷണിച്ചു. അവൻ പ്രവേശിച്ച് ഭക്ഷണത്തിനിരുന്നു. ഭക്ഷണത്തിനു മുമ്പ് അവൻ കഴുകി ശുദ്ധി വരുത്താഞ്ഞതിനെപ്പറ്റി ആ ഫരിസയൻ അത്ഭുതപ്പെട്ടു. അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, ഫരിസയരായ നിങ്ങൾ കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടിപ്പാക്കുന്നു. നിങ്ങളുടെ അകമോ കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഭോഷന്മാരെ, പുറം നിർമ്മിച്ചവൻ തന്നെയല്ലേ അകവും നിർമ്മിച്ചത്? നിങ്ങൾക്കുള്ളവ ദാനം ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ശുദ്ധമായിരിക്കും. ഫരീസയരെ, നിങ്ങൾക്ക് ദുരിതം! എന്നാൽ നിങ്ങൾ അരൂതയുടെയും തുളസിയുടെയും മറ്റെല്ലാ ചെടികളുടെയും ദശാംശം കൊടുക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും നിങ്ങൾ അവഗണിച്ച് കളയുന്നു. ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നത്. മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ. ഫരീസയരെ, നിങ്ങൾക്ക് ദുരിതം! എന്തെന്നാൽ നിങ്ങൾ സിനഗോഗുകളിൽ പ്രമുഖ സ്ഥാനവും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനവും അഭിലഷിക്കുന്നു. നിങ്ങൾക്ക് ദുരിതം! എന്തെന്നാൽ
കാണപ്പെടാത്ത കുഴിമാടങ്ങൾ പോലെയാണ് നിങ്ങൾ. അതിൻ്റെ മീതെ നടക്കുന്നവൻ അത് അറിയുന്നുമില്ല. നിയമജ്ഞരിൽ ഒരാൾ അവനോട് പറഞ്ഞു, ഗുരു, നീ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങളെ കൂടെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. അവൻ പറഞ്ഞു, നിയമജ്ഞരെ, നിങ്ങൾക്ക് ദുരിതം. താങ്ങാനാവാത്ത ചുമടുകൾ മനുഷ്യരുടെ മേൽ നിങ്ങൾ കെട്ടിയേൽപ്പിക്കുന്നു. നിങ്ങളോ അവരെ സഹായിക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല. നിങ്ങൾക്ക് ദുരിതം. എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാർ വധിച്ച പ്രവാചകന്മാർക്ക് നിങ്ങൾ കല്ലറകൾ പണിയുന്നു. അങ്ങനെ നിങ്ങളുടെ പിതാക്കന്മാരുടെ പ്രവൃത്തികൾക്ക് നിങ്ങൾ സാക്ഷ്യവും അംഗീകാരവും നൽകുന്നു. എന്തെന്നാൽ അവർ അവരെ കൊന്നു. നിങ്ങളോ അവർക്ക് കല്ലറകൾ പണിയുന്നു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ജ്ഞാനം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ അവരുടെ അടുത്തേക്ക് പ്രവാചകന്മാരെയും അപ്പസ്തോലന്മാരെയും അയക്കും. അവരിൽ ചിലരെ അവർ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. ലോകാരംഭം മുതൽ ചൊരിയപ്പെട്ടിട്ടുള്ള സകല പ്രവാചകന്മാരുടെയും രക്തത്തിന്, ആബേൽ മുതൽ ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യ വെച്ച് കൊല്ലപ്പെട്ട സഖറിയ വരെയുള്ളവരുടെ രക്തത്തിന് ഈ തലമുറ ഉത്തരം പറയേണ്ടി വരും. അതെ, ഞാൻ പറയുന്നു, ഈ തലമുറയോട് അത് ആവശ്യപ്പെടും. നിയമജ്ഞരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ വിജ്ഞാനത്തിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നു. നിങ്ങളോ അകത്ത് പ്രവേശിച്ചില്ല. പ്രവേശിക്കാൻ വന്നവരെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. അവൻ അവിടെ നിന്ന് പോകവേ നിയമജ്ഞരും ഫരിസേയരും കോപാകുലരായി പല കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ അവനെ പ്രേരിപ്പിക്കുകയും അവൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കാൻ തക്കം നോക്കുകയും ചെയ്തു. പ്രിയ ദൈവജനമേ, സുവിശേഷം ദൈവശക്തി പോഡ്കാസ്റ്റിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി കർത്തൃനാമത്തിൽ സ്വാഗതം. ഇന്ന് ദിവസം 11. മത്തായി 11-ാം അധ്യായത്തിൽ യേശു സ്നാപയോഹന്നാനെ സാക്ഷ്യപ്പെടുത്തുന്നതും അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും ആശ്വാസം വാഗ്ദാനം ചെയ്യുന്നതും നാം വായിച്ചു കാണുന്നു. മാർക്കോസ് 11-ൽ യേശുവിൻ്റെ ജെറുസലേം പ്രവേശനവും ദേവാലയ ശുദ്ധീകരണവുമാണ് പ്രധാന സംഭവങ്ങൾ. ഇത് നമ്മുടെ ഹൃദയമാകുന്ന ആലയത്തെ ശുദ്ധീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ഓർമ്മിപ്പിക്കുന്നു. ലൂക്കാ 11-ൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും പിശാചിനെ പുറത്താക്കുന്നതിലൂടെ ദൈവരാജ്യത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ 3 അധ്യായങ്ങളും ഒരേപോലെ വിരൽ ചൂണ്ടുന്നത് കർത്താവായ യേശുവിൻ്റെ അധികാരത്തിലേക്കും അവിടുത്തെ രക്ഷാകരമായ ദൗത്യത്തിലേക്കുമാണ്. ഇന്നത്തെ ലോകത്തിൽ അശാന്തിയും അധർമ്മവും വർദ്ധിക്കുമ്പോൾ യേശു നൽകുന്ന ആശ്വാസവും സമാധാനവും നമുക്കോരോരുത്തർക്കും വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. വിഗ്രഹാരാധനയ്ക്കും സ്വാർത്ഥതയ്ക്കും പിന്നാലെ പോകുന്ന ആധുനിക മനുഷ്യൻ ദേവാലയ ശുദ്ധീകരണം പോലെ തൻ്റെ ആന്തരിക ജീവിതത്തെ നവീകരിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും ദൈവവചനത്തിലൂടെയും മാത്രമേ നമുക്ക് ഈ കാലഘട്ടത്തിലെ തിന്മകളെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയണം. കർത്താവിൻ്റെ വചനം അനുസരിക്കാനും താഴ്മയോടെ കർത്താവിനെ പിന്തുടരാനും ഈ അധ്യായ ഭാഗങ്ങൾ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ 2ാം വരവിനായി ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതം സ്നാപയോഹന്നാനെ പോലെ ക്രിസ്തുവിന് വഴിയൊരുക്കുന്നതായി മാറണം. ഈ 3 സുവിശേഷ ഭാഗങ്ങളിലും കാണുന്ന പൊതുവായ ഘടകം യേശുവിൻ്റെ മെസ്സയാനിക് അധികാരവും ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണവുമാണ്. മത്തായിയിൽ പിതാവും പുത്രനും തമ്മിലുള്ള ഗാഢബന്ധം വെളിപ്പെടുത്തുമ്പോൾ ലൂക്കോസിൽ പ്രാർത്ഥനയിലൂടെയുള്ള പിതാവുമായുള്ള ബന്ധത്തിന് ഊന്നൽ നൽകുന്നു. മാർക്കോസിലാകട്ടെ ഈ അധികാരം പ്രവൃത്തിയിലൂടെയും വിശ്വാസത്തിലൂടെയും, അതായത് അത്തിവൃക്ഷം ഉണങ്ങുന്നത്, പ്രകടമാകുന്നു. കത്തോലിക്ക സഭയുടെ പഠനമനുസരിച്ച് ഈ ഭാഗങ്ങൾ വിശ്വാസത്തിൻ്റെ പ്രാധാന്യത്തെയും കൂദാശകളുടെ അനുഷ്ഠാനങ്ങളിലൂടെ നമുക്കോരോരുത്തർക്കും ലഭിക്കുന്ന കൃപയെയും അടിവരയിട്ട് പറയുന്നു. തിരുസഭ ഒരു തീർത്ഥാടക സമൂഹം എന്ന നിലയിൽ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിച്ച് ക്രിസ്തുവിലേക്ക് നാം ഉറ്റുനോക്കേണ്ടതുണ്ട്. വിശ്വാസം കേവലം വചനത്തിലല്ല, മറിച്ച് അത് പ്രവൃത്തിയിലൂടെയും പ്രാർത്ഥനയിലൂടെയും വെളിപ്പെടേണ്ടതാണ്. ഇത് സഭ നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ സൈറ്റനിക് ശക്തികളുടെ പരാജയത്തെയും ദൈവരാജ്യത്തിൻ്റെ വിജയത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അന്ത്യവിധികളിൽ നാം ഓരോരുത്തരും നമ്മുടെ പ്രവൃത്തികൾക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന സത്യം ഈ വചനങ്ങൾ ഓർമ്മിപ്പിക്കുന്നു, വീണ്ടും വീണ്ടും ഊന്നിപ്പറയുന്നു. അതിനാൽ അനുതാപവും പാപസങ്കീർത്തനവും വഴി, കുമ്പസാരം വഴി ആത്മീയ വിശുദ്ധി നേടുന്നത് കത്തോലിക്ക വിശ്വാസത്തിൽ അതീവ പ്രാധാന്യമുള്ള കാര്യമാണ്. സഭയുടെ ലിറ്റർജിയിൽ, അതായത് ആരാധനാക്രമത്തിൽ നാം പങ്കുചേരുമ്പോൾ ഈ തിരുവചനങ്ങൾ നമ്മുടെ പ്രത്യാശയെ ബലപ്പെടുത്തുകയും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ വളർത്തുകയും ചെയ്യുന്നു. പ്രിയ ദൈവജനമേ, കർത്താവായ യേശുവിൻ്റെ 2ാം വരവിനായി ഒരുങ്ങുന്ന നമ്മൾ
ഈ അധ്യായങ്ങളിലെ പാഠങ്ങൾ ഉൾക്കൊണ്ട് ജാഗ്രതയുള്ളവരായിരിക്കണം ഈ അന്ത്യകാല നിമിഷങ്ങളിൽ. വരാനിരിക്കുന്ന ക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ മടങ്ങിവരവ് പെട്ടെന്നായിരിക്കുമെന്നും അതിനായി വിളക്കുകളിൽ എണ്ണ കരുതിയ കന്യകമാരെ പോലെ നാം ഹൃദയം കൊണ്ട്, മനസ്സുകൊണ്ട്, ആത്മാവ് കൊണ്ട് ഒരുങ്ങിയിരിക്കണമെന്നും തിരുവചനം പറയുന്നു. പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ആത്മീയമായ ഉണർവ് നിലനിർത്താൻ സാധിക്കൂ. അതിൽ കൺസിസ്റ്റൻസി ആവശ്യമാണ്. ഹൃദയകാഠിന്യം വെടിഞ്ഞ് ദൈവത്തിൻ്റെ കരുണയ്ക്കായി ദാഹിക്കുന്നവർക്ക് മാത്രമേ അവിടുത്തെ മഹത്വം ദർശിക്കാൻ കഴിയുകയുള്ളൂ എന്ന് തിരിച്ചറിയുക. നമ്മുടെ ഇടയിലുള്ള എളിയവരിലും പാവപ്പെട്ടവരിലും ക്രിസ്തുവിനെ ദർശിക്കാനും അവരെ സഹായിക്കാനും നാം സന്നദ്ധരാകണം. ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിൽ, ലോകത്തിൻ്റെ ലൗകിക ജഡീയാസക്തികളിൽ മുഴുകി നമ്മുടെ ലക്ഷ്യം മറന്നു പോകാതെ നിത്യജീവനിലേക്കുള്ള പാതയിൽ ഉറച്ചു നിൽക്കാൻ നാം പരിശ്രമിച്ചേ മതിയാവും. അത്തിവൃക്ഷത്തിന് സംഭവിച്ചതുപോലെ ഫലം നൽകാത്ത ജീവിതങ്ങൾ ദൈവസന്നിധിയിൽ തിരസ്കരിക്കപ്പെടുമെന്ന് നാം ഭയഭക്തിയോടെ ഓർക്കണം. സഭ പഠിപ്പിക്കുന്നത് പോലെ ഓരോ ദിവ്യബലിയും കർത്താവിൻ്റെ മടങ്ങിവരവിനായുള്ള ഒരുക്കവും കാത്തിരിപ്പുമാണ്. അവിടുത്തെ സമാധാനം ലോകമെങ്ങും എത്തിക്കാൻ നാം ഓരോരുത്തരും, നിങ്ങളും ഞാനും, സുവിശേഷത്തിൻ്റെ സാക്ഷികളായി മാറേണ്ടതുണ്ട്. കർത്താവായ യേശുവേ, വേഗം വരണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് നമ്മുടെ ആത്മീയയാത്ര തുടരാം. നമ്മുടെ രക്ഷകൻ്റെ രണ്ടാം വരവിനായി ഒരുങ്ങുന്ന ഈ അന്ത്യകാല നിമിഷങ്ങളിൽ വചന പാരായണത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും വചനത്തിൻ്റെ ധ്യാനത്തിലൂടെയും ക്രിസ്തുവുമായുള്ള ബന്ധം നാം കൂടുതൽ ആഴപ്പെടുത്തണം. പ്രതിദിനം ചുരുങ്ങിയത് 10 മിനിറ്റെങ്കിലും ദൈവവചനം ധ്യാനിക്കാനും മാസത്തിലൊരിക്കലെങ്കിലും കുമ്പസാരത്തിലൂടെ ആത്മവിശുദ്ധി വരുത്താനും നാം ഉറച്ച തീരുമാനമെടുക്കണം. അയൽക്കാരോടുള്ള കരുണയും വിട്ടുവീഴ്ച മനോഭാവം വഴി യേശുവിൻ്റെ സ്നേഹം ലോകത്തിന് കാണിച്ചു കൊടുക്കാം. നമ്മെ എല്ലാ നിമിഷവും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവത്തിന് 10 മിനിറ്റെങ്കിലും നമുക്ക് ബാക്കി വയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതം പൊള്ളയായ ജീവിതങ്ങളാണ്. മൊബൈൽ ഫോണിലും അതുപോലെ തന്നെ മറ്റു പല ജീവിത വ്യഗ്രതകളിലും നാം എന്തുമാത്രം അനാവശ്യ സമയങ്ങൾ ചിലവഴിക്കുന്നു. കർത്താവിന് വേണ്ടി സമയം മാറ്റിവെച്ചേ മതിയാവൂ. കാരണം ഇനിയും നമ്മൾക്ക് സമയമില്ല. പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാൻ ജാഗ്രതയോടെ പ്രാർത്ഥിക്കുകയും നമ്മുടെ പ്രവൃത്തികൾ ദൈവമഹത്വത്തിനായി സമർപ്പിക്കുകയും ചെയ്യാം. മാറാനാഥ കർത്താവേ, വേഗം വരണമേ. ആമേൻ.